വയനാട് വൈത്തിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതായി പരാതി. +2 കൊമേഴ്സ് വിഭാഗത്തിലെ 8 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. കൽപ്പറ്റ സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സ്കൂൾ അധികൃതരെ അറിയിച്ചെങ്കിലും പോലീസിൽ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വൈത്തിരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇന്നലെ ഉച്ചയോടെയാണ് ഈ വിദ്യാർത്ഥിക്ക് ക്രൂരമായ രീതിയിൽ പരിക്കേൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മർദ്ദനമേൽക്കുന്നത്. +2 വിദ്യാർത്ഥിക്ക് 8ഓളം വരുന്ന +2 വിദ്യാർത്ഥികളാണ് ഈ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും പിന്നീട് സ്കൂൾ അധികൃതർ ഇതിൽ കാര്യമായിട്ടുള്ള നടപടിയൊന്നും എടുക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇവർ പോലീസിനെ അറിയിക്കാൻ മാത്രമാണ് പറഞ്ഞത്. തുടർന്ന് പിന്നീട് മാതാപിതാക്കൾ പോലീസ് അറിയിക്കും. പോലീസ് ഇത്തരത്തിൽ ഈ റാഗിങ്ങിനെതിരെയുള്ള ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥിയുടെ തലയ്ക്കും അതുപോലെ തന്നെ കയ്യിനും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും വയനാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൽപ്പറ്റയിൽ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ തല്ലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ അടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിപ്പോൾ നിരന്തരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിട്ട് പോലും ഈ സ്കൂൾ അധികൃതർ, അതായത് വൈത്തിരി ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. മാത്രമല്ല, മാതാപിതാക്കൾ ചെന്നപ്പോൾ ഇത് സ്കൂളിൽ പോലീസിൽ പറയൂ, തങ്ങൾക്ക് ഇതിൽ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കണമെന്നും ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് +2 വിദ്യാർത്ഥികൾക്കേറെ കൃത്യമായ ആക്ഷൻ എടുക്കണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ ആവശ്യം. അർജുനാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്.